സുഹൃത്തുക്കളെ, SIR ന്യൂനപക്ഷങ്ങളെ ബാധിച്ചു, ഐക്യരാഷ്ട്രസഭ ഇന്ത്യ സർക്കാരിന് കത്തയച്ചു, അങ്ങനെയൊക്കെ ഒരു തലക്കെട്ട് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഐക്യരാഷ്ട്രസഭ ഇന്ത്യക്കെതിരെ അന്വേഷണം നടത്തി, ഇന്ത്യ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി, ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പ്രതിക്കൂട്ടിലായി എന്നൊക്കെയല്ലേ? പക്ഷെ യഥാർത്ഥ രേഖ തുറന്നു വായിച്ചാൽ കഥ അങ്ങനെയൊന്നും അല്ല. ഇത് UN ജനറൽ അസംബ്ലി പാസാക്കിയ പ്രമേയമല്ല, സുരക്ഷാ കൗൺസിലിൻ്റെ തീരുമാനമല്ല, UN മനുഷ്യാവകാശ കൗൺസിൽ ഇന്ത്യക്കെതിരെ പുറപ്പെടുവിച്ച ഔദ്യോഗിക വിധി പോലും അല്ല. 2026 മെയ് 1 3 സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സ് അഥവാ സ്വതന്ത്ര മനുഷ്യാവകാശ വിദഗ്ധർ തങ്ങൾക്ക് ലഭിച്ച ചില വിവരങ്ങളും ആരോപണങ്ങളും അടിസ്ഥാനമാക്കി ഇന്ത്യ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചയച്ച ഒരു കത്ത് മാത്രമാണിത്. അല്ലാതെ ഇത് വിധിയുമല്ല, ഇത് സമഗ്ര അന്വേഷണ റിപ്പോർട്ടുമല്ല, ഇത് എവിടുന്നൊക്കെയോ കേട്ട ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കത്ത് മാത്രമാണ്, അല്ലാതെ വേറൊരു കുന്തവും ഇതിനകത്തില്ല. പക്ഷേ ഈ വ്യത്യാസം വാർത്തയുടെ തലക്കെട്ടിൽ കാണില്ല. കാരണം മുഴുവൻ സത്യം പറഞ്ഞാൽ വാർത്ത ശാന്തമാകും, പകുതി സത്യം പറഞ്ഞാലേ ഈ വാർത്ത പൊട്ടിത്തെറിക്കുള്ളൂ. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം. ആരാണ് കത്തയച്ചത്? കത്തിൽ ഒപ്പുവെച്ചത് ആരാണ്? ആദ്യം നിക്കോളാസ് ലെഫ്രാൻഡ്. ഇതാരാ ഇത്? ന്യൂനപക്ഷ വിഷയങ്ങളിലെ പ്രത്യേക റിപ്പോർട്ടർ. ശരി, കൊള്ളാം. പിന്നെയോ ഐറീൻ ഖാൻ, അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഒരു പ്രത്യേക റിപ്പോർട്ടർ. പിന്നെയോ നാസില ഖനിയ. അതാരാണപ്പാ? ഇത് മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഒരു പ്രത്യേക റിപ്പോർട്ടർ. കൊള്ളാലോ പരിപാടി. ഇവരെ UN മനുഷ്യാവകാശ കൗൺസിൽ ചുമതലപ്പെടുത്തുന്നു. സർക്കാരുകളോട് ചോദ്യം ചോദിക്കാനും ആശങ്കകൾ രേഖപ്പെടുത്താനും ഇവർക്ക് പറ്റും. എന്നാൽ ഇവർ UN ജനറൽ സെക്രട്ടറിയുടെ പേരിൽ വിധി പറയുന്ന ഉദ്യോഗസ്ഥരൊന്നുമല്ല. ഇവരുടെ കത്ത് ഐക്യരാഷ്ട്രസഭയുടെ മുഴുവൻ അംഗരാജ്യങ്ങളും അംഗീകരിച്ച നിലപാടുമല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടാനോ സുപ്രീം കോടതിയുടെ മോളിൽ കയറി ഇരിക്കാനോ ഒന്നും ഇവർക്ക് യാതൊരു അവകാശമില്ല. ഇവരെ കൊണ്ട് അതിന് സാധിക്കുമില്ല. അപ്പോൾ പിന്നെ സത്യസന്ധമായ തലക്കെട്ട് എന്തായിരിക്കണം? 3 UN സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സ് SIR കുറിച്ച് ആശങ്കയെ അറിയിച്ചു. പക്ഷേ UN ഇന്ത്യക്കെതിരെ എന്ന് കൊടുത്താൽ മാത്രമേ വാർത്തയ്ക്ക് മസാല കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ചായയിൽ പഞ്ചസാര കുറയാം, പക്ഷെ ചില മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ മസാല ഒട്ടും കുറയില്ല. എന്നാൽ ഇനി ഇതൊരു പഠന റിപ്പോർട്ടാണോ? കത്തിൽ തന്നെ പറയുന്നത് ഇൻഫർമേഷൻ വി ഹാവ് റിസീവ്ഡ് അഥവാ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്നാണ്. അവർ ഇന്ത്യയിലെത്തി വീടാന്തരം പരിശോധന നടത്തിയിട്ടില്ല, ഒഴിവാക്കിയ ഓരോ വാർഡുടെയും രേഖ പരിശോധിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ സംവിധാനവും സ്വതന്ത്രമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ച പരാതികളും ആരോപണങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു പരാതി കത്ത് പോലീസിന് ലഭിച്ചാൽ പോലീസ് വിശദീകരണം ചോദിക്കും. അതുകൊണ്ട് പരാതി ലഭിച്ചയാൾ കുറ്റക്കാരനായെന്ന് വിധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെയും അതൊക്കെ തന്നെയാണ്. കത്തിൽ അലിജഡ്ലി, റിപ്പോർട്ടഡ്ലി തുടങ്ങിയ പദങ്ങൾ ആവർത്തിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആരോപണങ്ങളുടെ കൃത്യത മുൻകൂട്ടി തീരുമാനിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ലംഘനം നടന്നു എന്നല്ല, ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ലംഘനമാകാമെന്നാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ ഈ ആണെങ്കിൽ എന്ന ചെറിയ വാക്ക് കാണാതെയാവും. പക്ഷെ നിയമത്തിൽ ആ വാക്കിന് വലിയ ഭാരമുണ്ട്. 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഏകദേശം 5.2 കോടി പേരുകൾ ഒഴിവാക്കിയെന്നാണ് ആരോപണം. പശ്ചിമ ബംഗാളിൽ മാത്രം ഏകദേശം 91 ലക്ഷം പേരുകൾ നീക്കിയെന്നും നന്ദിഗ്രാമിലെ ഒരു മണ്ഡലത്തിൽ ഒഴിവാക്കിയവരിൽ 95% മുസ്ലിങ്ങളായിരുന്നെന്നും കത്ത് പറയുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് വലിഞ്ഞു കയറി വന്നുകൊണ്ടിരിക്കുന്ന സകലമാന ബംഗ്ലാദേശി, അതുപോലെ റോഹിംഗ്യൻ ഇല്ലീഗൽ ഇമിഗ്രൻസും മുസ്ലിമാണെന്ന് ഇതിനകത്ത് പറയുന്നില്ലല്ലോ. അതെന്താ പറയാത്തത്? പക്ഷേ ഇന്ത്യക്ക് ചോദിക്കാനുണ്ട്, ഈ കണക്ക് എവിടെ നിന്നാണ്? ഔദ്യോഗിക മണ്ഡലതല ഡേറ്റയാണോ? ഒഴിവാക്കിയാൽ എത്ര പേര് മരിച്ചവരാണ്, എത്ര പേര് താമസം മാറിയവരാണ്, എത്ര പേർക്ക് 2-ലധികം പേരുണ്ടായിരുന്നു, എത്ര പേര് ഇന്ത്യൻ പൗരന്മാരല്ല, എത്ര പേര് നോട്ടീസിന് മറുപടി നൽകിയില്ല, എത്ര പേര് അപ്പീലിലൂടെ തിരിച്ചു വന്നു? ഇതൊന്നും വ്യക്തമാക്കാതെ ഒരു വലിയ സംഖ്യ എടുത്ത് അതിന് മതപരമായ നിറവ് നൽകി നടത്തുന്ന പഠനമാണ് ഇതൊക്കെ. എന്തിന്? ഇന്ത്യയെ താറടിച്ച് കാണിക്കണം, ഇവിടെ എല്ലാം കുഴപ്പമാണെന്ന് വരുത്തി തീർക്കണം. അതിന് കുറേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും ഈനാം പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ. അതുപോലെ കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉപയോഗിച്ച് വോട്ടർമാരെ അടയാളപ്പെടുത്തിയിരിക്കാമെന്നും കത്തിൽ പറയുന്നുണ്ട്. ചേട്ടാ, വീട് തോറുമുള്ള പരിശോധന, രേഖാപരിശോധന, ഉദ്യോഗസ്ഥരുടെ തീരുമാനം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നടപടി നടത്തിയതെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏത് സോഫ്റ്റ്വെയർ, ഏത് കമ്പനി, ഏത് അൽഗോരിതം, എന്ത് തെളിവ്?
ഇപ്പം ലോകത്ത് എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ AI എന്ന് പറയുന്ന ഒരു ഫാഷനാണ്. ഫ്രിഡ്ജ് പ്രവർത്തിച്ചില്ലേ AI, ബസ് വൈകിയോ അൽഗോരിതം. എന്നാൽ മനുഷ്യാവകാശ ആരോപണത്തിൽ ഈ ഫാഷൻ പോരാ, തെളിവ് വേണം. 2026 മെയ് 27 സുപ്രീം കോടതി SIR നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരം അംഗീകരിച്ചു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. നോട്ടീസ്, കേൾവി, അപ്പീല് തുടങ്ങിയ നിയമപരമായ സംരക്ഷണങ്ങളും സംവിധാനത്തിലുണ്ടെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. ആര്? ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ സംവിധാനമായിട്ടുള്ള സുപ്രീം കോടതി. ഇവിടെ തീയതി പ്രധാനമാണ്. സ്പെഷ്യൽ റപ്പോർട്ടേഴ്സിൻ്റെ കത്ത് മെയ് 1 സുപ്രീം കോടതി വിധി മെയ് 27 അതുകൊണ്ട് കത്തെഴുതുമ്പോൾ പിന്നീട് വന്ന വിധി അവർക്കറിയാൻ കഴിയില്ലായിരുന്നു, സമ്മതിച്ചു. പക്ഷേ ജൂലൈയിൽ നമ്മുടെ മലയാളത്തിലെ മാപ്രകൾ ഈ കത്ത് വാർത്തയാക്കുമ്പോൾ സുപ്രീം കോടതി നിലവിലുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടിയും ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് വശങ്ങളും നൽകേണ്ടതല്ലേ? കത്തയച്ചത് ആരാണെന്ന് പറയണം, ഇത് UN ഔദ്യോഗിക വിധിയല്ല എന്ന് വ്യക്തമാക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി നൽകണം, സുപ്രീം കോടതി വിധിയുടെ പ്രസക്തിയും ചേർക്കണം. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് UN ഇന്ത്യയെ ചോദ്യം ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ അത് ഒരുമാതിരി കുത്തിത്തെരിപ്പ് അല്ലെങ്കിൽ സെലക്റ്റീവ് റിപ്പോർട്ടിംഗ് ആണ്. ചില മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വിചിത്രമായ ഒരു ശീലം വളർന്നിട്ടുണ്ട്. വിദേശ സ്ഥാപനം ഇന്ത്യയെ വിമർശിച്ചാൽ വലിയ തലക്കെട്ട്, ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനം അതിന് കൃത്യമായ മറുപടി നൽകിയാൽ ചെറിയ അക്ഷരം. സുപ്രീം കോടതി ഇന്ത്യയുടെ നിലപാടിന് അനുകൂലമായിട്ട് പറഞ്ഞാൽ വാർത്തയുടെ അവസാന വരി. വിദേശ വിദഗ്ധൻ ആശങ്ക എന്ന് പറഞ്ഞാൽ ലോകം ഇന്ത്യയെ ചോദ്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയാലോ? കമ്മീഷൻ ആരോപണം നിഷേധിച്ചു. അതായത് വിദേശ ആശങ്ക ഹെഡ്ലൈൻ, ഇന്ത്യയുടെ മറുപടി വെറും ഒരു ഫുട് നോട്ട്. ഇത് മാധ്യമ സ്വാതന്ത്ര്യമല്ല, മാധ്യമ ഉത്തരവാദിത്തത്തിലെ പരാജയമാണ്. ഇന്ത്യൻ സർക്കാരിനെ വിമർശിക്കാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാം, സുപ്രീം കോടതി വിധിയെ വിമർശിക്കാം, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വിദേശ ആരോപണം മാത്രം വലുതാക്കി ഇന്ത്യയുടെ മറുപടി മറയ്ക്കുന്നത് പത്രപ്രവർത്തനമല്ല, അതിന് വേറെ പേരാണ് വിളിക്കേണ്ടത്. അത് നറേറ്റീവ് മാനുഫാക്ചറിംഗ് ആണ്. ഇന്ത്യൻ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ സംശയം, ജനീവി എന്നൊരു കത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ സത്യവേദം. ഇത് ഏത് തരം മാനസികാവസ്ഥയാണ് സുഹൃത്തുക്കളെ? വാർത്തയുടെ ജോലി ഇന്ത്യയെ പുകഴ്ത്തുക എന്നുള്ളത് മാത്രമൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യയെ താഴ്ത്തി കാണിക്കുക എന്നത് മാത്രവും വാർത്തയുടെ ജോലിയല്ല. വാർത്തയുടെ ജോലി കൃത്യമായിട്ട് മുഴുവൻ സത്യവും പറയുക എന്നുള്ളതാണ്. അല്ലാതെ വരുമ്പോഴാണ് ഈ നാലാം തൂണെന്ന് പറയുന്നത് ഈ ഒടിഞ്ഞു തൂങ്ങിയ ഒരു ഉണക്കക്കമ്പ് പോലെ ആയി പോകുന്നത്. നാസില ഖനിയ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. ഐറീൻ ഖാൻ ബംഗ്ലാദേശിൽ ജനിച്ചതാണ്. നിക്കോളാസ് ലെഫ്രൻഡ് സ്വിസ് അക്കാഡമികനാണ്. ഈ വിവരങ്ങൾ പശ്ചാത്തലമായിട്ട് പറയാം. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യൻ വോട്ടർ പട്ടിക ഇന്ത്യൻ പൗരന്മാർക്കുള്ളതാണ്. നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയിൽ പ്രവേശിച്ച ഒരാൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമില്ല. അയാൾ ഏത് മതക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും. ഇത് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടല്ല, ഇത് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമമാണ്. അഭയാർത്ഥി സംരക്ഷണം അവകാശപ്പെടാം, മാനുഷിക പരിഗണന അവകാശപ്പെടാം. പക്ഷേ നിയമാനുസൃത നടപടിക്രമം, ഈ രാജ്യത്തെ നിലപാടുകൾ, ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം. അഭയാർത്ഥി കാർഡെന്ന് പറയുന്നത് ഇന്ത്യൻ വോട്ടർ ID അല്ല. ദീർഘകാലം അനധികൃതമായിട്ട് താമസിച്ചുകൊണ്ട് പൗരത്വം സ്വയം ലഭിക്കുകയുമില്ല. ഇന്ത്യയുടെ തൊഴിൽ, റേഷൻ, ഭൂമി, വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ ഇതെല്ലാം ആദ്യം ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ്. ഒരു അനധികൃത കുടിയേറ്റക്കാരൻ വ്യാജരേഖയിലൂടെ ക്ഷേമ പദ്ധതി ഉപയോഗിച്ചാൽ അത് ഒരു ഇന്ത്യൻ ദരിദ്രൻ്റെ വിഹിതമാണ് കുറയ്ക്കുന്നത്. അയാൾ വോട്ടർ പട്ടികയിൽ കയറിയാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തീരുമാന ശക്തിയാണ് മലിനമാകുന്നത്. അതുകൊണ്ട് അനധികൃത വിദേശികളെ കണ്ടെത്തുകയും നിയമാനുസൃതമായിട്ട് തല്ലി പുറത്താക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ അവകാശം മാത്രമല്ല, കടമയാണ്. ഓരോ പൗരൻ്റെയും കടമയാണെന്നും കൂടെ നമ്മളെല്ലാവരും ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ നിലപാട് അനധികൃത വിദേശിക്ക് വോട്ടില്ല, യഥാർത്ഥ ഇന്ത്യക്കാരൻ്റെ വോട്ട് ആരും കവർന്നെടുക്കുകയുമില്ല. അപ്പോൾ അന്തിമ സത്യം ഇങ്ങനെയാണ്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വിധിയല്ല. 3 സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സ് തങ്ങൾക്ക് ലഭിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കത്തയച്ചത് മാത്രമാണ്. അതുകൊണ്ട് വിദേശ ആരോപണം മാത്രം അങ്ങോട്ട് ഊതിപ്പെരുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയും സുപ്രീം കോടതി വിധിയുമെല്ലാം മറയ്ക്കുന്ന മാധ്യമ പ്രവർത്തനം രാജ്യദ്രോഹമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇന്ത്യക്ക് അനധികൃത വിദേശികളെ കണ്ടെത്താനും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും നിയമാനുസൃതമായിട്ട് പുറത്താക്കാനുമുള്ള സമ്പൂർണ്ണ അവകാശമുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കും, പ്രയോഗിച്ചിരിക്കും.
നമ്മുടെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യക്കാരൻ്റെ അവകാശം ഇന്ത്യ സംരക്ഷിക്കും, ഇന്ത്യക്കാരൻ്റെ മാത്രം. അനധികൃത നുഴഞ്ഞുകയറ്റക്കാരന് രാഷ്ട്രീയമായിട്ട് ഇവിടെ യാതൊരുവിധ അവകാശവുമില്ല. അതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് ഒരൊറ്റ ആളെ പോലും നിയോഗിച്ചിട്ടുമില്ല. ചില മാധ്യമങ്ങളോട് ഒരു വാക്ക് പറഞ്ഞേ തരൂ. സർക്കാരിനെ ചോദ്യം ചെയ്യൂ, സ്ഥാപനങ്ങളെ നിരീക്ഷിക്കൂ, പിഴവുകൾ തുറന്നു കാട്ടൂ. പക്ഷേ നിങ്ങൾ ഈ പകുതി സത്യം ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തരുത്. കാരണം പകുതി സത്യം പലപ്പോഴും മുഴുവൻ നുണയേക്കാളും അപകടകരമാണ്. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ പറഞ്ഞ് കാട് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു അന്തവും കുന്തവും കിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു വീഡിയോ ആയിട്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.